ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ മക്കത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. മക്കത്ത് അവിടെ ഹറമിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ റൂം എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. ഹറമിലേക്ക് 2 കിലോമീറ്ററുള്ള കാരണം ഒരു ടാക്സി വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഹറമിൻ്റെ അടുത്ത് വരെ ഒന്നും വണ്ടി പോകൂല. അതിൻ്റെ ഒരു 300 മീറ്റർ മുന്നേ നമ്മളെ അവർ ഇറക്കി തരും. എല്ലാവരും അവിടെ നിന്ന് ഹറമിലേക്ക് പിന്നെ നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അവരുടെ കൂടെ തന്നെ നടന്നു കൂടിയിട്ടുണ്ടായിരുന്നു. എൻ്റെയും മനുവിൻ്റെയും കയ്യിൽ 2 ട്രോളികൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ലഗേജ് കൗണ്ടറിൽ കൊടുക്കണമെന്നായിരുന്നു ഞങ്ങൾ പ്ലാനിങ് ഒക്കെ. അവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പം അവരവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനും അറബി അറിയാത്ത കാരണം അവനൊന്നും മനസ്സിലാകാത്തതാണോന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ആ ലഗേജും കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. സുബൈൻ്റെ നേരായത് കാരണം ഞങ്ങൾ രണ്ടാളും പെട്ടെന്ന് ഒതുക്കെടുത്ത് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഒതുക്കാൻ പോയതും ഒരു രംഗമായിരുന്നു. കുറച്ചധികം നടക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ ഞങ്ങൾ അവിടുത്തെ കൗണ്ടറിൽ കൊടുത്തിട്ട് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്രീ സർവീസ് ആയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്ത് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഹറമിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാഷാല്ലാ, ഞങ്ങൾ 3rd വെഡിങ് ആനിവേഴ്സറിയും കൂടി ആയിരുന്നു അന്ന്. ആ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് 3 വർഷം കംപ്ലീറ്റ് ആകണം ഞങ്ങളെ വെഡിങ് കഴിഞ്ഞിട്ട്. അതും ഒരു ഉംറയിലായി അവസാനിച്ചത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. മാഷാല്ലാ, എല്ലാവരും ഒരു ആഗ്രഹമാണ് അവനവൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു ഉംറ ചെയ്യാന്നുള്ളത്. ആ ഒരു ആഗ്രഹം കൂടി എനിക്ക് സഫലമായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും സഹോദരങ്ങളെ കൂടി ഞങ്ങൾ ഉംറ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തോ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ തവാഫും സയ്യും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ നിച്ചുവിൻ്റെ പാമ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓനക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ആരൊക്കെ മുട്ടായിയൊക്കെ കൊടുക്കുന്നുണ്ടായിന്. ആരാ കൊടുക്കണതെന്ന് തന്നെ ഞാൻ കാണുന്നില്ല കേട്ടോ. അങ്ങനെ തവാഫും സയ്യും കഴിഞ്ഞ് ഞങ്ങൾക്ക് വിടവാങ്ങൽ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് പോയി അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. തുർക്കി റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു സ്പെഷ്യലായിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നല്ലോണം കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡൊക്കെ കൂടെ പോയതെന്ന് തന്നെ ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടെ വാങ്ങൽ തവാഫ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വീടാണ് ആ ക്രീം കളറിലുള്ള ബിൽഡിംഗ്. ഈ ഒരു ഭാഗത്തു കൂടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം തന്നെ പുറത്തേക്ക് നടക്കേണ്ടി വന്നു. ഈ കാണുന്ന 9ാമത്തെ ബാത്റൂമാണ് അബൂജഹലിൻ്റെ വീട്. അതിപ്പോൾ ബാത്റൂമായിട്ടാണ് വീട് എന്ന് പറയാൻ പറ്റില്ല, വീട് നിന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.